ജീവനക്കാരെ കൂട്ടമായി പിരിച്ചുവിടാനൊരുങ്ങി ഐ.ടി. കമ്പനിയായ TCS. ഈ വർഷം TCSന്റെ ലോകത്തെമ്പാടുമുള്ള ശാഖകളിൽ ജോലി ചെയ്യുന്ന 12,000 പേർക്കാണ് ജോലി നഷ്ടപ്പെടുക. AI സാങ്കേതികവിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് മുന്നിൽ കണ്ടാണ് കമ്പനിയുടെ നടപടി. AI-ക്കും ഡേറ്റാ സയൻസിനും ഊന്നൽ നൽകൽ, IT വിപണി ശക്തിപ്പെടുത്തൽ, തൊഴിലാളികളെ പുനഃക്രമീകരിക്കൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായാണ് 2025-26 സാമ്പത്തിക വർഷം 12,000 പേരെ പിരിച്ചുവിടുന്നതെന്നാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് പ്രഖ്യാപിച്ചത്. ഇത് കമ്പനിയുടെ ആകെയുള്ള ജോലിക്കാരുടെ 2% വരും. കമ്പനി നിർമ്മിത ബുദ്ധിയെ കൂടുതൽ ആശ്രയിക്കുന്നതുകൊണ്ടാണ് നീക്കമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഭാവിയിലേക്കുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് പുനഃക്രമീകരണമെന്നാണ് TCSന്റെ ന്യായീകരണം. കമ്പനിയുടെ ആവശ്യവും ജോലിക്കാരുടെ നൈപുണ്യവും തമ്മിലുള്ള ചർച്ചക്കുറവും കൂട്ടപ്പിരിച്ചുവിടലിലേക്ക് നയിച്ചെന്നും TCS പറയുന്നു. IT കമ്പനികൾ AI-യെ കൂടുതൽ ആശ്രയിക്കുന്നതിനാൽ മനുഷ്യശേഷിയുടെ ആവശ്യം കുറയുമെന്നും ഇത് മുന്നിൽ കണ്ടാണ് പിരിച്ചുവിടലെന്നും വിദഗ്ധർ പറയുന്നു. ഇന്നലെ കർണാടക IT എംപ്ലോയീസ് യൂണിയൻ അഡീഷണൽ ലേബർ കമ്മീഷണറെ കണ്ട് ജീവനക്കാരുടെ പരാതി ചൂണ്ടിക്കാണിച്ചിരുന്നു. തൊഴിൽ വകുപ്പുമായി എത്രയും വേഗം ചർച്ച നടത്തണമെന്ന് TCSന് കർണാടക തൊഴിൽ മന്ത്രി നിർദ്ദേശം നൽകി. സാഹചര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുകയാണെന്നും ടാറ്റ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുവെന്നും IT മന്ത്രാലയം അറിയിച്ചു. മലയാളികൾ ഉൾപ്പെടെയുള്ള IT ജീവനക്കാരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് കൂട്ടപ്പിരിച്ചുവിടൽ പ്രഖ്യാപനം. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.